തട്ടുകടയിലെ ഓംലെറ്റ് നന്നാവുന്നതിൻ്റെ രഹസ്യം ഇതാണ്. ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്ന രീതിയാണ് തട്ടുകട ഓംലെറ്റിനെ ഇതുപോലെ നല്ല ഫ്ലഫി ആക്കുന്നത്. സാധാരണ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ കിട്ടാറില്ല. വെൽക്കം ടു രുചി ലാബ്. ഇതിനായിട്ട് തട്ടുകട സ്റ്റൈലിൽ ഇതുപോലൊരു സ്റ്റീൽ മഗ്ഗോ മറ്റോ എടുത്ത് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കുക. കൂടെ നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്ത സവോള 1 ടേബിൾ സ്പൂൺ, 1 പച്ചമുളക് സ്ലൈസ് ചെയ്തത്, 2 കറിവേപ്പില ചോപ്പ് ചെയ്തത്, വെളിച്ചെണ്ണ 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉപ്പ്, ഇത്രയും ചേർത്ത് ഇതുപോലെ 1 മിനിറ്റ് സമയം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. കറിവേപ്പിലയും വെളിച്ചെണ്ണയും സാധാരണ എല്ലാ തട്ടുകടയിലും ചേർക്കാറില്ല. ഇനി മുട്ട ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയൊരു പാൻ എടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. സ്റ്റൗ ഹൈ ഫ്ലെയിമിൽ വെച്ച് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അലൂമിനിയം ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. ഇനി ഒരു 30 സെക്കൻഡ് സമയം തീ കുറച്ച് വെച്ച് വേവിച്ചിട്ട് ഇതിലേക്ക് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്ത് വെളിച്ചെണ്ണ ഇതുപോലെ ചുറ്റിലും ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഓംലെറ്റ് നല്ല ഫ്ലഫി ആയിട്ട് കിട്ടുന്നത്. ഇനി ഒരു 30 സെക്കൻഡ് സമയം കൂടി വേവിച്ചിട്ട് അല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഓംലെറ്റ് നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് ഈ റെസിപ്പി ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഫുൾ വീഡിയോ കണ്ട് മാത്രം ട്രൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതുപോലുള്ള ടേസ്റ്റി ആൻഡ് ഈസി റെസിപ്പികൾക്ക് വേണ്ടിയിട്ട് രുചി ലാബ് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ നമ്മുടെ രുചി ലാബ് യൂട്യൂബ് ചാനലിലും രുചി ലാബ് ഫേസ്ബുക്ക് പേജിലുണ്ട്.